നാലാമത്തെ ദണ്ഡകം. കാമലീലാധനുസന്നിഭ്രൂലതാ പുഷ്പ സന്തോക സന്ദേഹ കൃല്ലോചനേ വാക്സുധാസേചനേ ചാരുഗോരോചനാപങ്ക കേളീലലാമാഭിരാമേ സുരാമേ രമേ. ഇനി ഇത് എളുപ്പം ചൊല്ലാവുന്നതേ ഉള്ളൂ ഒറ്റ ശ്വാസത്തിന്. അഥവാ ഇനി മുറിക്കണമെന്നുണ്ടെങ്കിൽ കാമലീലാധനുസന്നിഭ്രൂലത പുഷ്പസന്തോക സന്ദേഹ കൃല്ലോചനേ വാക്സുധാസേചനേ ചാരുഗോരോചനാപങ്ക കേളീലലാമാഭിരാമേ സുരാമേ രമേ. ഇങ്ങനെ മുറിച്ച് വേണമെങ്കിലും ചൊല്ലാം, ഒറ്റ ശ്വാസത്തിന് വേണമെങ്കിലും ചൊല്ലാം. ഒറ്റ ശ്വാസത്തിന് ചൊല്ലുന്നത് എപ്പോഴും ഉത്തമം. ശ്വാസം എടുത്തുകൊണ്ട് ചൊല്ലണമെന്ന് മാത്രം. ഇനി നമ്മൾ ഇതിൻ്റെ അർത്ഥം നോക്കാം. കാമലീലാധനു സന്നിഭ ഭ്രൂലത. ഭ്രൂലത എന്ന് പറഞ്ഞാൽ പുരികക്കൊടികൾ. അതെ, കാമദേവന്റെ ലീലാധനുസ്സിന് സമാനമാണ്. അപ്പം ഈ ധനുസ് എന്ന് പറഞ്ഞാൽ വില്ല് വളഞ്ഞാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ കാമദേവന്റെ വില്ലുപോലെ വളഞ്ഞിരിക്കുന്ന, അതിന് സമാനമായിരിക്കുന്ന ഭ്രൂലതകൾ, പുരികക്കൊടികളോട് കൂടിയവളെ. അപ്പൊ ഇനി വില്ലിൽ തൊടുക്കാൻ അമ്പ് വേണ്ടേ? കാമദേവന്റെ 5 അമ്പുകൾ എന്ന് പറയുന്നത് 5 പുഷ്പങ്ങളാണ്. അരവിന്ദം, അശോകം, ചൂതം, നവമാലിക, നീരോൽപ്പലം. ഈ 5 പുഷ്പങ്ങളാണ് കാമദേവന്റെ അമ്പുകൾ. അപ്പൊ ഇവിടെ പറയുക, പുഷ്പ സന്തോഹ സന്ദേഹകൃത് ലോചനെ. പുഷ്പസന്തോഹം പുഷ്പങ്ങളുടെ കൂട്ടമാണോ എന്ന് സന്ദേഹം, സംശയം, കൃത് ഉണ്ടാക്കുന്ന ലോചനെ, ലോചനങ്ങളോട് കൂടിയവളെ, കണ്ണുകളോട് കൂടിയവളെ. അപ്പോൾ കാമദേവന്റെ അമ്പുകളാകുന്ന 5 പുഷ്പങ്ങളാണോ എന്ന് സംശയം ജനിപ്പിക്കുന്ന കണ്ണുകളോട് കൂടിയവളെ. അപ്പം പുരികങ്ങള് വില്ലും, ഇവിടെ കണ്ണുകള് 5 അമ്പുകളും ആണെന്ന് പറയുന്നു. തുടർന്ന് പറയുക, വാക്സുധാസേചനെ, അമൃതവാണികൾ പൊഴിക്കുന്നവളെ. തുടർന്ന് ചാരു ഗോരോചനാപങ്ക കേളി ലലാമ അഭിരാമേ. ചാരു മനോഹരമായ ഗോരോചന പങ്കം, ഗോരോചനത്തിന്റെ ചെളി കൊണ്ട്, കേളീലലാമം, ലലാമം പൊട്ട്, കേളീലലാമം വിനോദാത്മകമായ സന്തോഷത്തെ തരുന്നതായ പൊട്ട് ധാരണം ചെയ്തിട്ട്, അഭിരാമേ സുന്ദരിയായിരിക്കുന്നവളെ, സുരാമേ നല്ലതുപോലെ രമിപ്പിക്കുന്നവളെ, രമേ ഹേ മഹാലക്ഷ്മി ആയിരിക്കുന്നവളെ. അപ്പോൾ കാമദേവന്റെ കളിവില്ലിന് സമാനം പുരികക്കൊടികളുള്ളവളെ, പുഷ്പങ്ങളുടെ കൂട്ടമോ എന്ന് സന്ദേഹമുണ്ടാക്കുന്ന കണ്ണുകളോടുകൂടിയവളെ, അമൃതവാണികൾ പൊഴിക്കുന്നവളെ, മനോഹരമായി ചെളിയുടെ തൊടുകുറിയാൻ വിലസുന്ന സുന്ദരി, നല്ലപോലെ രമിപ്പിക്കുന്ന മഹാലക്ഷ്മിയായ അമ്മ ജയിക്കട്ടെ എന്നാണ് ഇതിൻ്റെ വാച്യാർത്ഥം. ഇനി ഇതിൻ്റെ സാരാർത്ഥത്തിലേക്ക് വരുമ്പോഴേ, നമ്മുടെ ബുദ്ധിയിലല്ലേ കാമങ്ങളെല്ലാം ഉണ്ടാകുന്നത്, ആഗ്രഹമെല്ലാം ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മുടെ ബുദ്ധി തന്നെയാണ് കാമദേവൻ. ഭൗതികമായ വിഷയങ്ങളുടെ കാമത്തെ പ്രകാശിപ്പിച്ചിരിക്കുമ്പോൾ അത് കാമദേവനാണ്. മറിച്ച് അത് ആധ്യാത്മിക വിഷയങ്ങളിലോട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ അത് തന്നെ പ്രദ്യുമ്നനും ആകും. അതായത് നമ്മളെ സാത്വിക ഗുണത്തിലേക്ക് നയിക്കുന്ന ധനമായിട്ട് മാറും, ഈശ്വര പ്രകാശത്തിലേക്ക് നയിക്കുന്നതായ ധനമായിട്ട് മാറും. ദ്യുമ്നം എന്ന് പറഞ്ഞാൽ ധനം എന്ന അർത്ഥം. അപ്പൊ അതുകൊണ്ട് ഭൗതിക വിഷയങ്ങളോട് ബന്ധപ്പെടുമ്പോൾ കാമദേവനും, ആധ്യാത്മിക വിഷയങ്ങളോട് ബന്ധപ്പെടുമ്പോൾ പ്രദ്യുമ്നനുമായി മാറുന്നതായ ബുദ്ധി, അതാണ് ഇവിടെ കാമദേവൻ എന്ന് പറയുന്നത്. അപ്പോഴ് ഈ കാമദേവന്റെ 5 അമ്പുകൾ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അരവിന്ദം, അശോകം, ചൂതം, നവമാലിക, നീരോൽപ്പലം. ഇത് നമ്മൾ അനുഭവിക്കുന്ന ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവുമാണ്. അപ്പോൾ അമ്മയുടെ കണ്ണുകള് ആ പുഷ്പങ്ങളാകുന്ന വിഷയങ്ങളും, അമ്മയുടെ പുരികക്കൊടികള് ആ കാമദേവന്റെ വില്ലുമാണോ എന്ന് സംശയിക്കുന്നു. ഇനിയും ഇന്ദ്രിയ വിഷയങ്ങളുടെ സ്വഭാവം എന്താ? അത് അനുഭവിക്കുമ്പോൾ സുഖമാണ്, പിന്നീട് ദുഃഖം തരും. ഇതാണ് സുഖമാണെന്ന് പറഞ്ഞ് അനുഭവിച്ചു പിന്നീട് നമുക്ക് ദുഃഖം തരുന്ന ഈ ജീവിതമാ. ഇതിനെ വിളിക്കുന്ന പേരാണ് സംസാര ദുഃഖം എന്ന് പറയുന്നത്.
അതുകൊണ്ട് സംസാര ദുഃഖത്തെ ജയിക്കണം. ഈ സംസാര ദുഃഖത്തെ ജയിക്കുവാനുള്ള അമൃതാത്മകമായ വാണികളാണ് ആധ്യാത്മിക ശാസ്ത്രങ്ങൾ. അതിൻ്റെ ഇരിപ്പിടവും അമ്മ തന്നെയാണ്. അമ്മയിൽ നിന്ന് തന്നെയാണ് ഈ ശാസ്ത്രങ്ങൾ എല്ലാം ഉണ്ടായത്. അതാണ് വാക്സുധാ സേചനം. ഇനിയും ഗോരോചനം എന്ന് പറയുന്നത് ഒരിനം പശുവിൻ്റെ പിത്തനീരിൽ നിന്നെടുക്കുന്ന ഒരു സുഗന്ധദ്രവ്യമാണ്. അതിന് മഞ്ഞ നിറമാണ്. വശീകരണത്തിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. ഇതുകൊണ്ട് അമ്മ പൊട്ടു തൊട്ടിരിക്കുന്നു. ആ പൊട്ടിനെ വിളിക്കുന്നതോ കേളി ലലാമം എന്നുമാണ്. അപ്പോൾ ഈ എല്ലാരെയും വശീകരിക്കുന്നതായ ആ ആകർഷണ ശക്തി അത് അമ്മയ്ക്ക് ഒരു പൊട്ടായിട്ട് അമ്മയുടെ നെറ്റിയിലിരിക്കുന്നു. അമ്മയിലാണ് ഈ ആകർഷണ ശക്തിയും അടങ്ങിയിരിക്കുന്നത് എന്ന് സാരം. ഈ ഭൗതിക വിഷയങ്ങളിൽ ആകർഷിതരായി നമ്മൾ സംസാര ദുഃഖത്തിൽ ആലോലമാടുമ്പോൾ അതിൽ നിന്നും മോചിക്കുവാനുള്ള ശാസ്ത്രമാകുന്ന വാക്സുധയും അമ്മയിൽ നിന്ന് തന്നെ പുറപ്പെടുന്നു. അമ്മ തന്നെ അതിനെയും സൃഷ്ടിക്കുന്നു. ഇനിയും സുരാമേ രമേ ഒക്കെ ലക്ഷണങ്ങളില്ലാത്ത ഒരു വസ്തുവിനെയും നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ പറ്റത്തില്ല. ശബ്ദം, രൂപം, സ്പർശം, രസം, ഗന്ധം ഇവയെല്ലാം ലക്ഷണങ്ങളാണ്. ഇതിൽ കൂടി നമ്മൾ വസ്തുവിനെ തിരിച്ചറിയുന്നു. ഇങ്ങനെ ലക്ഷണയുക്തമായതെന്തോ അതിനെയാണ് ലക്ഷ്മി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്നതെല്ലാം ലക്ഷണയുക്തമാണ്. ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുന്നതെല്ലാം ലക്ഷണയുക്തമാണ്. അത് ലക്ഷ്മിയാണ്. എന്നാൽ ശുദ്ധബ്രഹ്മമോ അത് ലക്ഷണ ശൂന്യമാണ്, ലക്ഷണമില്ലാത്തതാണ്. ഈ ലക്ഷണയുക്തമായിരിക്കുന്നതിൽ നമ്മൾ അഭിരമിക്കുന്നത്, സന്തോഷിപ്പിക്കുന്നത്, സുരാമയായിരിക്കുന്നത്, നല്ലപോലെ നമ്മളതിൽ രമിക്കുന്നത് നമ്മുടെ ഇന്ദ്രിയ മനോബുദ്ധികൾ കൊണ്ടാണ്. ആ ഇന്ദ്രിയ മനോബുദ്ധി ശക്തിയായിരിക്കുന്നത് അമ്മ തന്നെ ആയതുകൊണ്ട് അമ്മയെ വിളിക്കുകയാണ് സുരാമേ രമേ. എല്ലാത്തിനെയും നല്ലതുപോലെ രമിപ്പിക്കുന്നതായ ലക്ഷ്മി സ്വരൂപിണിയായിരിക്കുന്നവളെ എന്ന് സാരം. അഭിരാമേ, അമ്മ സുന്ദരിയാണ്. സൗന്ദര്യമുള്ള വിഷയങ്ങളിലാണല്ലോ നമുക്ക് ആകർഷണത ഉണ്ടാകുന്നത്. അങ്ങനെ ആകർഷിപ്പിച്ച് നല്ലതുപോലെ രമിപ്പിക്കുന്ന ലക്ഷണയുക്തയായിരിക്കുന്നതായ ബ്രഹ്മമാണ് അമ്മ. അഭിരാമിയാണ്, സുരാമയാണ്, രമയാണ്. ഇതിലിങ്ങനെ രമിച്ച് സംസാര ദുഃഖത്തിൽ പെട്ടിരിക്കുന്നവർക്ക് അതിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള വാക്സുധയാകുന്നതായ ശാസ്ത്രമായി ഭവിക്കുന്നതും അമ്മ തന്നെയാണ് എന്ന് സാരം. അങ്ങനെ ആകർഷിപ്പിച്ച് രമിപ്പിക്കുന്ന അഭിരാമിയായ ഇന്ദ്രിയ മനോബുദ്ധികളും അമ്മ തന്നെ. ലക്ഷണശൂന്യമായ ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്ന വാക്സുധയും അമ്മ തന്നെ. അങ്ങനെ സംസാരാത്മകവും അമൃതാത്മകവുമായിരിക്കുന്ന അമ്മ ജയിക്കട്ടെ എന്നാണ് സാരം. നമ്മളെപ്പോഴും പറയത്തില്ലേ, അസതോമാ സദ്ഗമയാ തമസോമാ ജ്യോതിർഗമയാ മൃത്യോർമാ അമൃതം ഗമയാ. അതിലെ അസത്തും തമസ്സും മൃത്യുവുമായിരിക്കുന്ന ഒരു ഭാഗം അതും അമ്മ തന്നെയാണ്. അപ്പുറത്തെ സത്തും ജ്യോതിസും അമൃതാത്മകവുമായിരിക്കുന്ന മറ്റൊരു ഭാഗം അതും അമ്മ തന്നെയാണ്. അങ്ങനെയുള്ള അമ്മ എപ്പോഴും ജയിക്കട്ടെ എന്നാണ് ഈ 4ാമത്തെ ദണ്ഡകത്തിന്റെ സാരം. കാമലീലാധനുസന്നിവഭ്രൂലതാ പുഷ്പസന്തോക സന്ദേഹകൃല്ലോചനേ വാക്സുധാസേചനേ ചാരുഗോരോചനാപങ്കേളീലലാമാഭിരാമേ സുരാമേ രമേ ഹരി ഓം.